അയ്യോളിൽ നിന്ന് രണ്ടാം ഗേറ്റ് വഴി ക്രാഫ്റ്റ് വില്ലയിലേക്കുള്ളൊരു യാത്രയാണ്. അയ്യോളിയിലെ സ്റ്റാർ ഹോട്ടലായ തീർത്ഥ ഇൻ്റർനാഷണലിൻ്റെ എതിർവശത്തു കൂടിയാണ് നമ്മുടെ റോഡ് പോകുന്നത്. ഇപ്പോൾ രണ്ടാം ഗേറ്റിലാണുള്ളത്. ട്രെയിന് പോകാൻ വേണ്ടി ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. പോയി ഇപ്പോൾ നമ്മളിപ്പോൾ കൊളായിപ്പാലം എത്തി. അവിടെയാണ് കൊളായിപ്പാലം. ഈ കൊളായിപ്പാലത്തു നിന്ന് നമ്മൾ കൊളായിപ്പാലം കടപ്പുറത്തേക്ക് പോവുകയാണ്. കടപ്പുറത്തുന്നതിന് മുമ്പുള്ള ആ ഒരു വ്യൂ ആണിത്. നമ്മൾ നല്ലൊരു കാഴ്ചയാണ്. ഇത് നമ്മുടെ കുറ്റ്യാടി പുഴയുടെ കൈവഴിയായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ കൊളായിപ്പാലം കടപ്പുറത്തെത്തി. അപ്പുറത്തുനിന്ന് നമുക്ക് വെള്ളിയാങ്കല്ലാണ് നമ്മൾ ദൂരെ കാണുന്നത്. അയ്യോളിയിൽ നിന്നും കൊളായിപ്പാലത്തിനൊക്കെ ഏകദേശം ഒരു 10-15 കിലോമീറ്ററിലാണ് വെള്ളിയാങ്കല്ല് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. ഈ വഴിക്ക് വടക്കോട്ട് ആണ് നമ്മൾ പോകേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂട് സമയത്ത് നല്ല കാറ്റ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടെ. അതിന് നമ്മുടെ കടലാമ സംരക്ഷണ കേന്ദ്രം, കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കടലാമകളുടെ ഒരു സംരക്ഷണ കേന്ദ്രമായിരുന്നു. കുറച്ചു കാലമായി അത് നല്ല രൂപത്തിലല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് കടലാമകളുടെ മുട്ട ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗമാണ് ഈ കടലും പുഴയുടെ കൈവഴിയായിട്ടുള്ള ഇവിടെ ഈ റോഡാണ് അതിരിടുന്നത്. കടലിനും ഈ നമ്മുടെ പുഴയുടെ കൈവഴിക്കായിട്ടുള്ള കുറ്റ്യാടി പുഴയുടെ കൈവഴിയാണിത്. അവിടെ ഒരു റോഡാണ് കടലിനെയും ഈ പുഴയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇത് രണ്ട് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അവിടെ. കൂടാതെ നമ്മുടെ പെഡൽ ബോട്ട് സർവീസ് അവിടെയുണ്ട്. പിന്നെ കണ്ടൽക്കാടാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ലൊരു കാഴ്ച. കണ്ടൽക്കാടിൻ്റെ വളരെ മനോഹരമായുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. ഈ റോഡ് വഴിയാണ് പോകുന്നത്. നടന്നു പോകുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ നിരവധി പേര് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട്. വലിയ രൂപത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവധി ദിവസങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കൂടി നിരവധി പേര് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തു നിന്നും നമ്മുടെ സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇത്രയും മനോഹരമായ കാഴ്ചയാണ്.
കണ്ടൽക്കാടിനിടയ്ക്ക് ധാരാളം കിളികൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കിളികളുടെ ഒരു ശബ്ദമൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടൽക്കാട് തന്നെയാണ്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ റോഡിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നമ്മളിതിൽ ജസ്റ്റ് കുറച്ച് ഒരു അര കിലോമീറ്ററിനടുത്ത് കടലോരത്ത് കൂടെ മുന്നോട്ട് നടന്നു പോകാം. ഈ ഒരു ഒറ്റയടി പാതയാണ്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കടലിൻ്റെ ഒരു ആരവം നമുക്ക് കേൾക്കാം. ഒരു ഭാഗത്ത് കടൽ, മറുഭാഗത്ത് നമ്മളെ കാടാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ. നല്ല രൂപത്തിലുള്ള പച്ചപ്പ്. സൂര്യാസ്തമയ സമയമാണ്. ഇത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇത് അഴിമുഖമാണ്. നമ്മുടെ കുറ്റ്യാടിപ്പുഴയുടെ അഴിമുഖമാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വടകര മുനിസിപ്പാലിറ്റിയാണ്. വടകര മുനിസിപ്പാലിറ്റിയിലെ സാൻഡ് ബാങ്ക്സാണ്. മിനി ഗോവയൊക്കെ പ്രശസ്തമാകുന്നതിന് മുമ്പ് തന്നെ സാൻഡ് ബാങ്ക്സിൽ ടൂറിസ്റ്റുകൾ വരാറുണ്ടായിരുന്നു. നമുക്ക് പയ്യോളിയിൽ നിന്നും നോക്കിയാൽ അപ്പുറത്ത് വടകരയിലെ സാൻഡ് ബാങ്ക്സ് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ പ്രദേശവാസികളുടെ ധാരാളം ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങൾ. കുട്ടികളൊക്കെ നല്ലൊരു രൂപത്തിൽ സന്തോഷം കണ്ടെത്തുന്നു.